ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേൾഡിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരും റൂമിൽ നിന്ന് സിറ്റൗട്ടിലെത്തി പല്ല് തേക്കുവാൻ തുടങ്ങി. അമ്മ, ചായ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതും പല്ല് തേപ്പ് കഴിഞ്ഞ് ഹാളിലെത്തി കണ്ണാടിയിലേക്ക് നോക്കി താടി ഒന്ന് തടവി ഒരു റബ്ബർ ബാൻഡ് എടുത്ത് മുടി ഒന്നാകെ കൂട്ടിപ്പിടിച്ച് ഉണ്ടയായി കെട്ടിവെച്ചു വരും. മലർകളേ മലർകളേ, ഇത് എന്നെ കനവാ, ഒന്ന് മാറ്റിയടി വധൂരി പെണ്ണെ. ഓരോ പാട്ട് വെച്ചിരിക്കുക അവൾ. കസാരയിലിരുന്ന് ദോശ കഴിച്ച് ടി വി കണ്ടിരുന്ന അവൻ്റെ പെങ്ങൾ ആര്യയോട് പറഞ്ഞ് അവൻ കസാരയിലിരുന്നു. അപ്പോഴേക്കും ഗൗരിയമ്മ പാത്രത്തിൽ ദോശയുമായി മേശയിൽ കൊണ്ടുവച്ച് വരുണിനെ നോക്കി. ഇതെന്താ അമ്മ ഇങ്ങനെ നോക്കുന്നേ? എൻ്റെ മോനെ, നീ നിൻ്റെ പല്ല് വാടകയ്ക്ക് എടുത്തതാണോ? എന്ത് പല്ല് തേപ്പാടാ ഇത്? ഞാനൊരു ദോശ ഉണ്ടാക്കി കഴിയുന്നതിന് മുന്നേ എൻ്റെ പുത്രൻ്റെ പല്ല് തേപ്പ് കഴിഞ്ഞു. കഷ്ടം. അമ്മയുടെ വാക്കുകൾ കേട്ട് ആതിരയ്ക്ക് ചിരിയാണ് വന്നത്. ചൂടാറ് മുൻപ് ആ ചായ എടുത്ത് കുടിക്കാൻ നോക്ക്. എന്നിട്ട് ഇന്നെങ്കിലും ഒന്ന് കോളേജിൽ പോ. അമ്മ ഒന്ന് കാണട്ടെ. ഇക്ക് വേണ്ട കോപ്പ് ചായ. വരുൺ കസായിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ദേ ചെക്ക, ഇന്ന് കൂടി നീ കോളേജിൽ പോയില്ലെങ്കിൽ നിൻ്റെ ആ മുട്ടുകാരി ഞാൻ തല്ലി ഒടിക്കും. പറഞ്ഞേക്കാം. നീ എന്താണ് ചിരിക്കുന്നേ? ആ ടി വി ഓഫ് ചെയ്ത് യൂണിഫോം മാറി സ്കൂളിൽ പോകാൻ നോക്ക്. വരുൺ ഗേറ്റ് തുറന്ന് ഓപ്പോസിറ്റുള്ള നിശ ടീച്ചറുടെ വീട്ടിലേക്ക് കയറി. ടീച്ചറുടെ ഹസ്ബൻഡ് രാജു ഗൾഫിലാണ്. ടീച്ചർ SM കോളേജിലെ മ്യൂസിക് ടീച്ചറും വീട്ടിൽ ടീച്ചറും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടീച്ചറുടെ കുട്ടിയുമാണ് താമസം. വരുൺ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. വരുൺ മേശയിൽ മൂടി വെച്ചിരുന്ന പാത്രങ്ങൾ തുറന്ന് നോക്കുന്ന ശബ്ദം കേട്ട് നിശ റൂമിൽ നിന്ന് ഹാളിലേക്ക് നോക്കി. എന്താണ് മുടിയൻ ചെക്ക, ഇന്നും വീട്ടിൽ നിന്ന് ഒന്നും കഴിച്ചില്ലേ? ചന്ദന കളർ നിറത്തിൽ ചുവന്ന പൂക്കളുള്ള നൈറ്റിയിട്ട് മുഖത്തും മുടിയിലും എണ്ണ തേച്ച് വെള്ള തോർത്ത് ഷോൾഡറിൽ ഇട്ടുകൊണ്ട് നിശ വരുണിൻ്റെ അടുത്തേക്ക് വന്നു. കഴിക്കാനിരിക്കുന്ന നേരത്ത് അമ്മ ഡാർക്ക് ചോദ്യം ചോദിച്ച് എന്നെ ആകെ ഓഫാക്കി. ഞാനിങ്ങ് പോന്നു. ഇത് പിന്നെ സ്ഥിരമാണല്ലോ. എടാ, അമ്മയാണ് എന്തേലും ഒന്ന് പറഞ്ഞെന്ന് വെച്ച് ദേഷ്യം പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങല്ല ചെയ്യുക. എൻ്റെ പൊന്നു ടീച്ചറെ, ഉപദേശിക്കല്ലേ പ്ലീസ്. ഒരു ഗ്ലാസ് ചായ തന്നാൽ മതി, ഞാനത് കുടിച്ച് പൊക്കോളാം. അയ്യോ, നീ ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ? ഞാൻ വെറുതെ പുട്ടും കടലയും ഉണ്ടാക്കി വെച്ചല്ലോ. ഇനി എന്ത് ചെയ്യുക? ആരാ ഇത് കഴിക്കുക? പുട്ട് ചൂടുണ്ടോ ടീച്ചറെ? ഇല്ല, തണുത്തതാ. എന്നാൽ 2 കഷ്ണം എടുത്തു, ലേശം കടലക്കറിയും. ഇരിക്കടാ, ഈ പാത്രത്തിലുണ്ട് പുട്ട്, ഇതാ കടല. വരുൺ കൈകൾ കൂട്ടി തിരുമ്മി കസേരയിലിരുന്നു. ദേ, പല്ലൊക്കെ നേരവണ്ണം തേച്ചില്ലേ? ടീച്ചറെ, ഞാൻ ചുമ്മാ ചോദിച്ചതാടെ ചെക്ക. ചായ ഈ ഫ്ലാസ്കിലുണ്ട് കേട്ടോ. പുട്ടെടുത്ത് കഴിച്ചോളൂ. കയ്യിൽ എണ്ണ ആയ കാരണം എടുത്തു തരാത്തേ. അത് സാരമില്ല. ടീച്ചർ പോകുന്നില്ലേ ഇന്ന്? പോകണം, കുളിക്കാൻ നോക്കുമായിരുന്നു. അപ്പോഴാണ് നിൻ്റെ വരവ്. ടീച്ചർ പോയി കുളിച്ചോ? ഇത് ഞാൻ എടുത്ത് കഴിച്ചോളാം. ശരി. വരുൺ, നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? പോവല്ലോ. എന്താ ടീച്ചറെ? ഞാനും ഉണ്ട് കേട്ടോ. നിൻ്റെ കൂടെ എൻ്റെ വണ്ടി എന്ത് സ്റ്റാർട്ടാകുന്നില്ലടാ. അത് കുഴപ്പമില്ല ടീച്ചറെ, ഒരുമിച്ച് പോകാം. തിരക്ക് കൂട്ടണ്ട, അത് കഴിച്ച് കഴിഞ്ഞ് വീട്ടിൽ പോയാൽ മതി. ഞാൻ അപ്പോഴേക്കും കുളിക്കട്ടെ. നിശ അതും പറഞ്ഞ് ബാത്റൂമിൽ കയറി. പുട്ടും കടലയും കഴിച്ച് വരും വീട്ടിൽ ചെന്ന് കോളേജിൽ പോകാനുള്ള ഒരുക്കത്തിലായി. അപ്പോഴേക്കും നിശ കുളി കഴിഞ്ഞ് തോർത്ത് മുടിയിൽ കെട്ടിവെച്ച് നീല ബ്ലൗസും നീല അടിപ്പാവാടയും ഇട്ട് റൂമിൽ ചെന്ന് സാരി മാറാൻ തുടങ്ങി. വരുൺ അപ്പോഴേക്കും കുളി കഴിഞ്ഞ് ലൈറ്റ് ഗ്രീൻ ചെക്ക് ഷർട്ടും ബ്ലൂ ജീൻസും മുടി കൈകൊണ്ട് പിന്നിലേക്ക് ഇട്ട് ഒരു ബ്ലൂ ക്യാപ്പ് തലയിൽ വെച്ച് ഉമ്മറത്ത് വന്നിരുന്ന് ഷൂ ഇടുവാൻ തുടങ്ങി. നെയ്റ്റി മടക്കി കുത്തി ഹെൽമെറ്റ് കൈ പിടിച്ച് ഗൗരിയമ്മ വരുണിൻ്റെ ഷോൾഡറിൽ തോണ്ടി. മുഖം നോക്കുന്ന പോലെ നോക്കാനല്ലല്ലോ നീ ഇത് വാങ്ങിച്ചു വെച്ചേക്കുന്നേ, ഇത് തലയിൽ വെക്കട ചെക്ക. ഗൗരിയമ്മ ഹെൽമെറ്റ് വരുണിന് കൊടുത്തു. ഈ തള്ളേനെ ഞാൻ. എന്താടാ? ഒന്നുമില്ല അമ്മേ, ഞാൻ പോവാന്ന് പറഞ്ഞതാ. ഹെൽമെറ്റ് കൈത്തണ്ടയിലിട്ട് വരുൺ എഴുന്നേറ്റ് ക്ലാസിക് ബ്ലാക്ക് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്ക് ഇറക്കി. നിശ ടീച്ചറുടെ വീടിന് മുന്നിൽ നിർത്തി ഹോൺ അടിച്ചു. ദേ വരുന്നു വരുൺ, ഒരൊറ്റ മിനിറ്റ്. പതിയെ മതി ടീച്ചറെ. വരുൺ മിററിലെ പൊടി തുടച്ച് കൊണ്ട് പറഞ്ഞു. വീട്ടിൽ നിന്ന് ഡോർ ക്ലോസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി നടന്നു വന്ന ടീച്ചറെ കണ്ടതും
വരുണിൻ്റെ മനസ്സ് വണ്ടിയിൽ നിന്നിറങ്ങി ടീച്ചറെ കെട്ടിപ്പിടിച്ചു. പോകാം. നിഷയുടെ സ്വരം കേട്ടത് നോർമലായി വരുൺ. ആ കയറിക്കോ ടീച്ചറെ. വെളുത്ത ശരീരത്തിൽ നീല ബ്ലൗസും നൈസ് മെറ്റീരിയലിൽ കുഴഞ്ഞു കിടക്കുന്ന പ്ലെയിൻ നീല സാരിയും ഉടുത്ത് ഷോൾഡറിൽ സ്വർണത്തിൻ്റെ നിറമുള്ള ഒരു ഹാൻഡ് ബാഗും ഇട്ട് നിഷ ബുള്ളറ്റിൽ കയറി. ഞാൻ കയറിട്ടോ. നിഷയിൽ നിന്ന് അത് കേട്ടതും വരുൺ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി എടുത്തപ്പോൾ തന്നെ നിഷയുടെ കൈ വരുണിൻ്റെ വായിൽ ചുറ്റി പിടിച്ചിരിക്കുമായിരുന്നു. മുന്നിലേക്ക് നോക്കിയിരിക്കുന്ന നിഷയുടെ മുഖം വരുണിന് മിററിലൂടെ കാണാമായിരുന്നു. നീല നിറത്തിലുള്ള ചെറിയൊരു പൊട്ടും അതിന് താഴെ ചെറിയൊരു ചന്ദനക്കുറിയും, അധികം ഓവറാക്കാതെ എന്നാൽ ആരും നോക്കിപ്പോകുന്ന തരത്തിലുള്ള കണ്ണെഴുതലും. ഹോ പൊന്നോ, എന്താടാ? ഒന്നുമില്ല ടീച്ചറെ. വണ്ടി സ്പീഡിൽ പോകുമ്പോൾ കാറ്റിൻ്റെ ശബ്ദത്തിൽ സംസാരം പതിയെ കേട്ടിരുന്നുള്ളൂ. കാലിബടി ജംഗ്ഷൻ കഴിഞ്ഞതും റോഡിൻ്റെ സൈഡിൽ മുടിയൊക്കെ വളർത്തി കുറേ ചെക്കന്മാർ നിന്നെടുത്ത് വരുൺ വണ്ടി സ്ലോ ചെയ്തു. മച്ചാനെ, കോളേജിലേക്ക് വരെ എങ്ങോട്ടാണ്? വരുൺ സ്ലോ ആക്കി അവരോട് കൈകൊണ്ട് വിഷ് ചെയ്തപ്പോഴാണ് തൻ്റെ പുറകിൽ നിഷ ഇരിക്കുന്നുണ്ടെന്ന് ബോധ്യം വന്നത്. നിമിഷ നേരം കൊണ്ട് വണ്ടി അവൻ പറപ്പിച്ചു. ദേ വരുൺ, നീ ഇപ്പോഴും ഇവരായിട്ട് കൂട്ടുകൂടുന്നുണ്ടടാ? നിഷ ശബ്ദം കൂട്ടി ചോദിച്ചു. അത് ടീച്ചറെ, ഞാൻ ഇങ്ങനെ ഡെയിലി കാണാറൊന്നുമില്ല ഇവരെ. വണ്ടി പതിയെ ഓടിച്ച് അവൻ പറഞ്ഞു. നിൻ്റെ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എന്നിട്ട് ഞാനാ നിൻ്റെന്ന് ഒരു പാക്കറ്റ് കഞ്ചാവ് കാണാൻ ഇട വന്നേ. അന്നേ ഞാൻ പറഞ്ഞിരുന്നു ഇവരായിട്ട് കൂട്ട് വേണ്ട എന്ന്. ഒന്നും മറന്നിട്ടില്ലല്ലോ നീ? വെറുതെ ഒന്നുമല്ല ആ 3 എണ്ണത്തിനെ കോളേജിൽ നിന്ന് പുറത്താക്കിയത്. പഠിപ്പിക്കുന്ന ടീച്ചറെ കഞ്ചാവിൻ്റെ ലഹരിയിൽ കയറി പിടിച്ചതിനാ. എല്ലാം നിനക്കറിയാവുന്നതല്ലേ. എനിക്ക് പറഞ്ഞു തരാനേ പറ്റൂ. നീ എന്താച്ചാ ആയിക്കോ. ലേശം കടുപ്പിച്ചാണ് നിഷ അത് പറഞ്ഞത്. അപ്പോഴേക്കും കോളേജ് എത്തിയിരുന്നു. വണ്ടിയിൽ നിന്ന് നിഷ ഇറങ്ങിയതും വരുൺ ഒന്നും മിണ്ടാതെ വണ്ടി സ്പീഡിൽ എടുത്തുപോയി. ഏതാ ടീച്ചറെ ചുള്ളൻ ചെക്കൻ? വയലിലൊക്കെ ആയിരുന്നല്ലോ പിടുത്തം. അനു ടീച്ചർക്ക് എന്താ? അതൊരു പാവ ചെക്കനാണേ. എൻ്റെ വീടിൻ്റെ അടുത്ത അവൻ കോളേജിൽ പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്തു, അത്രയേ ഉള്ളൂ. ആഹാ, ടീച്ചറുടെ വീടിൻ്റെ അടുത്താണോ അപ്പോൾ ആ പയ്യൻ? കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുമല്ലോ. എന്ത്? എൻ്റെ ടീച്ചറെ, ഞാനെങ്ങാനും ആയിരിക്കണം ആ പയ്യനെ സ്വർഗം കാണിച്ചു കൊടുത്തേനെ. കുന്തം. എൻ്റെ അനു ടീച്ചറെ, പിള്ളേർ ഇത് 2 ആയില്ലേ? എന്നിട്ടും ഇതിന് പിള്ളേരൊന്നും ഒരു വിഷയമേ അല്ല ടീച്ചറെ. ഓ എൻ്റെ ടീച്ചർ ഒന്ന് നിർത്തൂ, വിദ്യാർത്ഥികൾ കേൾക്കണ്ട ഒന്നും. പിന്നെ ഈ ടീച്ചർ ഇത് വിദ്യാർത്ഥികൾക്കൊന്നും അറിയാത്ത പോലെ. നിഷ ടീച്ചറെ, ഞാൻ ഈ കോളേജിലേക്ക് വരുന്നതിൻ്റെ മെയിൻ കാരണം തന്നെ പിള്ളേരുടെ മുന്നിൽ എൻ്റെ ശരീരവടിവ് കാണിക്കാൻ വേണ്ടിയാണ്. അധികം കാണിച്ചു കൊടുക്കണ്ട ടീച്ചറെ, അല്ലെങ്കിൽ പിള്ളേരുടെ ഇടയിൽ ഗോസിപ്പ് തരംഗം. അനു ടീച്ചറെ. അനുവും നിഷയും ഓഫീസ് റൂമിലേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നൊരു വിളി കേട്ടവും നിഷ തിരിഞ്ഞു നോക്കി. അനു ടീച്ചർ നടന്നോളൂ, ഞാൻ വന്നേക്കാം. എന്താ ശ്രുതി? ടീച്ചർ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ശ്രുതി എന്നോട് മിണ്ടുന്നില്ല ടീച്ചറെ. അത് ഞാൻ എന്താ ചെയ്യുക ശ്രുതി? ടീച്ചർ ഒന്ന് അവനോട് സംസാരിക്കോ? ദേ പൊയ്ക്കോ അവിടുന്ന്. 2 പേരെ ഒന്നിപ്പിച്ച് നിർത്തിയെന്ന് കരുതി എന്താ ശ്രുതി ഇത്? അവൻ തിരക്കിലൊക്കെ ആയിരിക്കും, മിണ്ടിക്കോളും. താൻ ക്ലാസ്സിൽ ചെല്ല്. ശരി ടീച്ചറെ. പിന്നെ ശ്രുതി, പ്രണയമൊക്കെ ആകുമ്പോൾ പിണക്കവും അടിയും പതിവാണ്. താൻ ഡസ്പാവല്ലേ, ഞാൻ സംസാരിക്കാം കേട്ടോ. താങ്ക്സ് ടീച്ചറെ. ടീച്ചറെ കാണാൻ സൂപ്പറായിട്ടുണ്ട്. സാരി കൊള്ളാം, അടിപൊളി. മതി അവിടെ സോപ്പിടല്ലേ. നിഷ കോളേജിലെ വരാന്തയിലേക്ക് നടന്ന് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി. ഹാൻഡ് ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് ഓണാക്കിയതും ശ്രുതിയുടെ മെസ്സേജ് വന്നിരുന്നു. മെസ്സേജ് വായിച്ച് നിഷ ഓഫീസിൽ നിന്നിറങ്ങി കോളേജിൻ്റെ പിന്നിലേക്ക് നടന്നു. ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി നിഷ ഗ്രൗണ്ടിൻ്റെ അരികിലുള്ള മുതലിൻ്റെ വിടവിലൂടെ കടന്നു. ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഒരു വലിയ തെങ്ങുപറമ്പായിരുന്നു അത്. നിഷ സാരി തുമ്പ് മടക്കി വലത് സൈഡിലേക്ക് നോക്കി. നിഷയെ കണ്ടതും രാഹുൽ എഴുന്നേറ്റു. പൊളി ഇൻട്രോ നിഷ ടീച്ചറെ. ഒരു പഫ് വലിച്ച് നിഷ ടീച്ചറെ ഓർത്ത് എന്തൊക്കെയോ ഇടാൻ തുടങ്ങിയതാ. അപ്പോൾ എൻ്റെ പൊന്നു ടീച്ചറെ നിങ്ങളുടെ വരവ്. നിഷയുടെ വരവ് കണ്ട് രാഹുൽ സിബ് തുറന്നു. എൻ്റെ മനസ്സ് ഈ ടീച്ചർക്ക് അറിയാം. വിചാരിച്ചപ്പോൾ തന്നെ ഇവിടെ എത്തി. അയ്യടാ, ഞാൻ എൻ്റെ ചെക്കൻ വിളിച്ചത് കൊണ്ട് വന്നതാ, അല്ലാതെ നിൻ്റെ കാണാനല്ല. നിഷ അതും പറഞ്ഞത് ഓലമടലിൻ്റെ മുകളിൽ കിടന്ന സുധിയുടെ അടുത്ത് വന്നിരുന്നു. എത്തിയോ എൻ്റെ ഭാര്യ? പിന്നല്ലാതെ എൻ്റെ കെട്ടിയോനെ കാണാൻ എനിക്ക് പറമ്പിലേക്ക് വന്നാലല്ലേ പറ്റൂ. എന്തായി നിൻ്റെയാ? ആരുണോ വരുണോ അവനെ വശീകരിക്കൽ? എന്നും നടന്നില്ല ഒന്നും. ഞാൻ വാങ്ങിത്തന്ന എല്ലാം വിട്ട് അവൻ്റെ മുന്നിൽ നിന്നാൽ അവനല്ല അവൻ്റെ അപ്പൻ വരെ വരും. പോടാ തെമ്മാടി. ഡാ സുധി,
ടീച്ചറോടൊന്ന് പറയോ നമ്മളെയും ഒക്കെ ഒന്ന് മെയിൻറ്റ് ചെയ്യാൻ. അങ്ങനെ അവരവിടെ ഒരു കളി പാസ്സാക്കി. ഈ ടീച്ചറും കുട്ടികളും തമ്മിൽ നല്ല ഒരു ഹരമുള്ള ഒരു കളിയായിരുന്നു അത്. പിന്നീട് മുടിയെല്ലാം അലസ്യമായി കിടന്ന നിഷയുടെ ഫോണിൽ ഒരു കോൾ വന്ന് നിഷ ഫോൺ എടുത്ത് സംസാരിക്കുവാൻ തുടങ്ങി. അപ്പോഴേക്കും ശ്രുതി എഴുന്നേറ്റ് ഒരു സിഗരറ്റ് കൂടി കത്തിച്ചു. ഫോൺ കട്ട് ചെയ്ത് നിഷ സാരിയൊക്കെ നേരെയാക്കി മുടിയെല്ലാം ഒതുക്കിയിട്ടു. അതെ, ഞാൻ പോകട്ടെ, ക്ലാസ്സുണ്ട്. ആ, അങ്ങനെ അങ്ങ് പോകല്ലേ, നിൻ്റെ ആ പാൻറ് ഇങ്ങ് താ. ഓ, തരാം. നിഷ ഇടാൻ നിന്ന അത് ശ്രുതിയുടെ കയ്യിൽ കൊടുത്തു. പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് വാങ്ങി ഒന്ന് വലിച്ചു പോകാൻ നിന്നു. ആ ശ്രുതി, ഞാൻ മറന്നു ചോദിക്കാൻ. മുന്നിലേക്ക് നടന്ന നിഷ തിരിഞ്ഞു നിന്ന് ശ്രുതിയോട് ചോദിച്ചു, നീ എന്താടോ ആ ശ്രുതിയോട് മിണ്ടാത്തെ? അതിനെ വിഷമിപ്പിക്കല്ലേ കേട്ടോ, ചെന്ന് മിണ്ടിക്കോളൂ. പരാതി പറഞ്ഞു കാണും അല്ലേ? ആലോചിക്കാം. നീ ഇവിടെ ഇരുന്ന് ആലോചിക്ക്, ഞാൻ പോവാം. അതും പറഞ്ഞ് നിഷ കോളേജിലേക്ക് നടന്നു. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.